ശ്രീകൃഷ്ണാനുമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് രണ്ട് കൈകൊണ്ടും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും ആണെന്നാണ് വർണ്ണനയിൽ കേട്ടത്. പക്ഷെ എനിക്ക് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചതായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല. എന്തായാലും നല്ല സുന്ദരനായിരുന്നു. സുന്ദരനായ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണ ഹനനം നേദഗ്ധി രാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലത്തെ എന്റെ ചോദ്യം, ശ്രീരാമദേവൻ ആരെയാണ് ഒളിയമ്പെയ്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഒളിയമ്പെയ്ത് വധിച്ചത് ആരെയാണെന്ന്. ബാലിയെയാണ് അങ്ങനെ വധിച്ചത്. അതിന്റെ കാരണം ബാലിയുടെ നേർക്കുനേർ യുദ്ധം ചെയ്താൽ അദ്ദേഹത്തിന്റെ ആരാണോ യുദ്ധം ചെയ്യുന്നത് ആ വ്യക്തിയുടെ പകുതി ശക്തി ബാലിയിൽ വന്നു ചേരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് നമുക്ക് ഇന്നത്തെ രാമായണം കഥ പറയാം. ഇന്നലെ നമ്മള് ശൂർപ്പണഖയുടെ കഥയൊക്കെ കേട്ടിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയെന്നും ജടായുവിന്റെ മരണം വരെയും നമ്മൾ ഇന്നലെ അറിഞ്ഞിരുന്നു. അതിനുശേഷം സീതാന്വേഷണത്തിനായിട്ട് രാമനും ലക്ഷ്മണനും കൂടി പോകുന്ന സമയത്താണ് കബന്ധൻ എന്നൊരു രാക്ഷസൻ വന്നിട്ട് അവരെ പിടിച്ച് തിന്നാനായിട്ട് സമീപിച്ചത്. ഈ കബന്ധൻ ഓടി വരുന്ന കബന്ധൻ രണ്ട് കൈകൾ കൊണ്ടും രാമനെയും ലക്ഷ്മണനെയും എടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് കൈകളും വെട്ടിക്കളഞ്ഞു കബന്ധന്റെ. അപ്പോഴാണ് കബന്ധന് തോന്നിയത് ഇത് സാധാരണക്കാരല്ല, അവർക്ക് എന്തൊക്കെയോ ശക്തികളുണ്ട്, ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനുമാണ് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് രാമനോട് തൻ്റെ കഥയെല്ലാം പറയുകയാണ്. ധനു എന്ന ഗന്ധർവനാണ് ഞാൻ, എനിക്ക് അതിയായ സൗന്ദര്യവും അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും ദീർഘായുസ്സും എല്ലാം അനുവദിച്ചു തന്നപ്പോൾ അതിൽ മതിമറന്നുകൊണ്ട് ഞാൻ ഇന്ദ്രന് നേരെ തന്നെ അഹങ്കാരപൂർവ്വം ആയുധമെടുത്ത് ചെന്നപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് എനിക്ക് തിരിച്ചൊരടി കിട്ടി. ആ അടിയിലാണ് ഞാനിങ്ങനെ വിരൂപരൂപനായിട്ട്, അതായത് കൈകൾക്ക് മാത്രം വളരെ നീളം കൂടുതൽ, ഒരു കണ്ണ് മാത്രം, തലയില്ല, വായ വളരെ താഴെ, വയറിന്റെ അവിടെയാണ് വായ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വികൃത രൂപമായി മാറിയത് ഇന്ദ്രന്റെ ശാപം മൂലം അല്ലെങ്കിൽ ഇന്ദ്രന്റെ പ്രഹരമേറ്റിട്ടാണ്. അപ്പൊ എൻ്റെ ഈ ശരീരത്തിനെ അഗ്നിയിൽ ദഹിപ്പിച്ചാൽ മാത്രമേ, അതും ശ്രീരാമദേവൻ അഗ്നിയിൽ ദഹിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ശാപമോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിന് പ്രകാരം രാമലക്ഷ്മണന്മാര് അദ്ദേഹത്തിന്റെ ആ ശരീരത്തിനെ ചിതയിൽ അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കിയപ്പോൾ അതിൽ നിന്ന് ആ ഗന്ധർവ രൂപം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അദ്ദേഹം പറഞ്ഞു സീതാന്വേഷണത്തിനായിട്ട് തെക്ക് ദേശത്തേക്ക് ചലിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഗന്ധർവലോകത്തേക്ക് ഭഗവാനെ സ്തുതിച്ചിട്ട് യാത്രയായത്. അങ്ങനെ തെക്കോട്ട് യാത്രയായ ശ്രീരാമദേവനും ലക്ഷ്മണനും ചേർന്ന് ശബരി ആശ്രമത്തിലാണ് എത്തിയത്. ഇനി ആരാണ് ശബരി എന്ന് ചോദിച്ചാൽ, ശബരി ഒരു വനവാസി അല്ലെങ്കിൽ ആദിവാസി, കാട്ടുവാസി എന്നൊക്കെ പറയില്ലേ, ആ വിഭാഗത്തിൽ പെട്ട ഒരു യുവതിയായിരുന്നു. ആ യുവതിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അതീവ നിർമ്മലമായ മനസ്സായിരുന്നു. ആ യുവതി വിവാഹപ്രായമായപ്പോൾ അച്ഛനമ്മമാരെ വിവാഹമൊക്കെ നിശ്ചയിച്ച ആ ഒരു സമയത്ത് ഒരു വിവാഹ ചടങ്ങിൽ അവരുടെ ഗോത്രത്തിന്റെ ആചാരപ്രകാരം അനേകം മൃഗങ്ങളെ, അതായത് മാനിനെയല്ല ആടിനെയും പശുക്കളെയും ഒക്കെ വധിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതും ആ വീട് വിട്ട് തന്നെ പോവുകയാണ് ഈ ഒരു ശബരി. അങ്ങനെ ശബരി കാട്ടിലേക്ക് തൻ്റെ ജീവിതം മാറ്റി കാട്ടിലേക്ക് എത്തിയ സമയത്ത് അവിടെ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിന്റെ പരിസരത്തേക്കാണ് എത്തിയത്. മഹർഷിയുടെ കൂടെ അനേകം ശിഷ്യരും ഉണ്ടായിരുന്നു.
ഇവരൊന്നും കാണാതെ എല്ലാ ദിവസവും ആശ്രമ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി കാട്ടുപഴങ്ങളൊക്കെ കഴിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. ഒരിക്കൽ മാതംഗ മഹർഷി ഇത് ആരാണ് ഈ ആശ്രമ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ശബരിയോട് പറഞ്ഞു ആശ്രമത്തിലെ തന്നെ അന്തേവാസിയായിക്കോളാൻ. അപ്പോൾ കാട്ടുപൂക്കളൊക്കെ പറിച്ചു കൊടുക്കുകയും ഫലങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും ആശ്രമം വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് മാതംഗ മഹർഷിയുടെ കൂടെ താമസിച്ച് ആ മഹർഷിയുടെ ശിഷ്യയായി മാറി ശബരി. അങ്ങനെ ആ ശബരി മാതംഗ മഹർഷിയിൽ നിന്ന് ശ്രീരാമദേവനെ കുറിച്ച് അറിഞ്ഞ് രാമനാമങ്ങൾ ചൊല്ലി ചൊല്ലി അവസാനം മാതംഗ മഹർഷി മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അത്രേ, അനേക വർഷമായിട്ട് എൻ്റെ ശിഷ്യയായിട്ട് കൂടിയിട്ട് നിനക്ക് ഞാൻ ഒരു അനുഗ്രഹവും തന്നിട്ടില്ല. ഇന്ന് ഞാൻ ഇതാ മരണശയ്യയിലുള്ള ഞാൻ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ശ്രീരാമദേവൻ നിനക്ക് ഈ ആശ്രമത്തിൽ വെച്ച് ദർശനം നൽകുന്നതാണെന്ന്. ഇതിൽ പരം എന്താ സന്തോഷമുള്ളത് അല്ലേ? അങ്ങനെ ആ സന്തോഷത്തില് ശബരി അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ശബരി മുത്തശ്ശിയായി. അത്രയും വാർദ്ധക്യം ബാധിക്കുന്നത് വരെ രാമനാമങ്ങൾ ചൊല്ലി ഇന്ന് വരും എൻ്റെ ശ്രീരാമദേവൻ എന്നെ കാണാൻ എന്ന് കരുതി ഓരോ ദിവസവും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫലങ്ങൾ, അതായത് ഫ്രൂട്ട്സ് എല്ലാം, കാട്ടുപഴങ്ങളെല്ലാം ശേഖരിച്ച് വെക്കാറുണ്ട്. അന്നത്തെ ദിവസം ഭഗവാൻ വരില്ല, പിറ്റേ ദിവസം അത് മാറ്റി അടുത്ത എന്താ പറയുക ഫലങ്ങളൊക്കെ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന് സൂക്ഷിക്കും. അങ്ങനെ അനേകം വർഷങ്ങൾ ഭഗവാന് വേണ്ടി പഴങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ശബരി മുത്തശ്ശിയായിരുന്നു ആശ്രമത്തിൽ ഉണ്ടായിരുന്നത് എന്നറിഞ്ഞ രാമനും ലക്ഷ്മണനും അവിടം വരെ ചെല്ലുകയും അതുപോലെ തന്നെ ശബരിയെ കാണുകയും ശബരിയെ സ്വീകരിക്കുകയും ശബരി ശ്രീരാമദേവനെ ഈ പഴങ്ങളെല്ലാം നൽകി ആദരിക്കുകയും ചെയ്തു. അതിനുശേഷം ശബരി എന്താ യോഗാഗ്നിയിൽ ദഹിച്ച് അങ്ങേ ലോകത്തേക്ക് പോയി എന്നുമാണ് ശബരിയുടെ കഥ. ഇതിനുശേഷം വീണ്ടും തെക്ക് ദേശത്തേക്ക് പോകുന്ന സമയത്ത് കബന്ധൻ പറഞ്ഞിരുന്നു കേട്ടോ, സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വാനരപ്പട ഉണ്ടെങ്കിലാണ് സീതാദേവിയെ കണ്ടുപിടിക്കാൻ എളുപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവര് തെക്ക് ദേശത്തേക്ക് യാത്രയായത്. അതുപോലെ തന്നെ ശബരിയിൽ നിന്നും കിട്ടിയ നിർദ്ദേശമാണ് പമ്പാ സരസിന്റെ തീരത്തേക്ക് പോയിക്കോളൂ എന്ന്. അങ്ങനെ അവര് അങ്ങോട്ട് യാത്രയാവുന്ന ഭാഗം വരെയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. നാളെ നമുക്ക് സുഗ്രീവ സഖ്യം, ഹനുമൻ സംഗമം അതെല്ലാം നാളെ അനുസ്മരിക്കാം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ എന്നുള്ളത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് രാമായണ മാസം ഇനിയുണ്ട് കുറേ ദിവസം. മാത്രമല്ല അനേകം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്കതല്ലേ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ എത്ര രൂപയാകും എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ഭക്ത. ജിമ്മീന്നാണോ പേര്? ഗിരിജ ചേച്ചി. ഓക്കെ, സതകുട്ടി നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം നടത്തുന്നതിന് എത്രയാകും മോളെ ഒന്ന് പറയണേ. മോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് കൊണ്ടാണെന്ന്. 1 കിലോന് 30 രൂപ എന്ന നിരക്കിലാണ് നമ്മൾ അടക്കേണ്ടത്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ വെയിറ്റ് ഉണ്ട് അത്രയും നോട്ട് ബുക്ക് കൊണ്ടാണ് കേട്ടോ തുലാഭാരം തൂക്കാൻ സാധിക്കുക. അടുത്തതായിട്ട് ഉഷപൂജ കൃഷ്ണനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. ആ വിഗ്രഹം ഗുരുവായൂരിൽ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉഷപൂജ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഉഷപൂജ കഴിഞ്ഞിട്ടുള്ള അലങ്കാര രൂപം എന്താണോ അതിനെയാണോ ഉഷപൂജ കൃഷ്ണൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഉച്ചപൂജ കൃഷ്ണൻ, ഉഷപൂജ കൃഷ്ണൻ, പന്തിരടി കൃഷ്ണൻ എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം വ്യത്യസ്തമാണെന്ന് ചോദിച്ചാലേ നമുക്കൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുതു, ഒരു ദിവസം പോയി തൊഴുതു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പോയി തൊഴുതു, അതിൻ്റെയും അടുത്ത ദിവസം പോയി തൊഴുതു. ഇങ്ങനെ ഓരോ ദിവസം പോയി തൊഴുമ്പോഴും ഓരോ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം. എന്നാൽ ഒരു നേരം പോയി തൊഴുത അടുത്ത നേരം തന്നെ വേറെ അനുഭവമായി മാറുന്ന, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു എന്താ പറയുക പുതിയൊരു ക്ഷേത്രത്തിൽ എത്തിയ പോലെ ഒരു ഫീലൊക്കെ തരാൻ ഗുരുവായൂരപ്പനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് തോന്നാറുണ്ട്. നമ്മൾ രാവിലെ നിർമ്മാല്യം തൊഴാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയേ അല്ല ഒരു 5:30-6 മണിയോടുകൂടി ഗണപതി ഹോമം കഴിഞ്ഞ ഉഷപൂജ കഴിയുന്ന കൃഷ്ണനെ കാണുമ്പോൾ തോന്നുക. അതുപോലെയല്ല പന്തിരടി കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ സാധിക്കുക, അതുപോലെയല്ല ഉച്ചപൂജ കഴിഞ്ഞാൽ സാധിക്കുക. ഈ ഉച്ചപൂജയുടെ കളഭാലങ്കാരം തന്നെ പിറ്റേ ദിവസം വരെ ഉണ്ടാവും. എന്നാലും വൈകുന്നേരം തൊഴുമ്പോൾ നമുക്ക് ഒരു പുതുമ തോന്നും. അതാണ് പ്രതിനിമിഷ നവീനനാണ് ഭഗവാൻ എന്ന് മേൽപ്പത്തൂര് പറയാറുള്ളത്. അപ്പൊ എന്തായാലും ഉഷപൂജ കൃഷ്ണൻ എന്ന് പറയുന്നത് രാവിലത്തെ ഉഷപൂജ കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന്റെ അലങ്കാരം എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ
ഉണ്ണികൃഷ്ണന്റെ രണ്ട് ഭാഗത്തും വനമാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ ചിലപ്പോൾ ആ കുമാരേട്ടൻ സ്ഥിരമായിട്ട് പറയണം വളയം പോലത്തെ മാല മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാല അധികം ഇടാറുണ്ട് വിശേഷാൽ ദിവസങ്ങളിലൊക്കെ. ഗോപി തിലകം ചാർത്തിയിട്ടുണ്ടാവും, മുഖം മാത്രമേ ചന്ദനം ചാർത്തിയിട്ടുണ്ടാവുള്ളൂ, ദേഹം ചന്ദനം ചാർത്തിയിട്ടുണ്ടാവില്ല. അരയിൽ ഒരു പട്ടുകോണകം കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഷോള് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കസവ് വേഷ്ടി ചെറുത്, അതിങ്ങനെ അരയിൽ ഇതുപോലെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് താഴെ നമുക്ക് പട്ടുകോണകം കാണാം, അതുപോലെ തന്നെ കിങ്ങിണി കാണാം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണന്റെ രാവിലത്തെ അലങ്കാരം ഉണ്ടാവുക. ഒരു കയ്യിൽ വെണ്ണ ഉണ്ടാവും, ഒരു കയ്യിൽ ഓടക്കോഴി ഉണ്ടാവും. വെണ്ണയ്ക്ക് പകരം ചിലപ്പോൾ കദളിപ്പഴോ താമരപ്പൂവോ ആവാം. എന്തായാലും രണ്ടും ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഉഷപൂജയുടെ സമയത്ത് ഉണ്ടാവുക. ഇനി ഉച്ചപൂജയുടെ സമയത്തായാലോ, അപ്പോഴും അല്ല, ഉച്ചപൂജയുടെ അല്ല, പന്തീരടി പൂജയുടെ സമയത്തായാലോ ആ സമയത്തും മുഖം മാത്രമേ ചന്ദനം ചാർത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നീളത്തിലുള്ള മുണ്ടുടുത്ത് നിൽക്കാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ വടക്കേ ഇന്ത്യയിലെ ശൈലിയിൽ ഇങ്ങനെ പാളസാറ് പോലെ കൊടുത്തതായിട്ട് തോന്നാം. ചില സമയത്ത് മുണ്ട് നല്ല കേരളീയ രീതിയിൽ കസവ് മുണ്ടുടുത്ത ആ രീതിയിലും കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് രീതിയിലും പന്തീരടി കഴിഞ്ഞ ഉണ്ണികൃഷ്ണനെ കാണാറുണ്ട്. ഇനി ഉച്ചപൂജ കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ രീതിയിലാണ്. ഇന്നിപ്പോ കൂർമാവതാര രൂപയാണ്, ഇന്നലെ മത്സ്യാവതാരമായിരുന്നു ആയിരുന്നു, ഇന്നലെ അല്ല അതിന് മുന്നത്തെ ദിവസം മത്സ്യാവതാരമായിരുന്നു. ഇന്ന് കൂർമ്മരൂപിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഉണ്ണികൃഷ്ണന്റെ ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അത് ഉച്ചപൂജയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വിഗ്രഹം എവിടെയാ ചോദിച്ചാൽ എല്ലാം ഒരു വിഗ്രഹത്തിൽ തന്നെയാണ് ചാർത്തുന്നത്. അടുത്തതായിട്ട് അനശ്വര എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് മഞ്ചാടി കുരുകൾ കണ്ടു. ഞങ്ങളുടെ അടുത്ത ഒന്നും അങ്ങനെ മഞ്ചാടി മരമില്ല. ആദ്യമേ ഒരെണ്ണം ആണ് കണ്ടത്, പിന്നെ നോക്കുമ്പോൾ ഒരുപാട് മഞ്ചാടിക്കുരുക്കൾ ഉണ്ടായിരുന്നു. ഞാനത് അത്ര ആലോചിച്ചില്ല, അതിനെപ്പറ്റി മറന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചാടിക്കുരുക്കൾ സ്വപ്നം കണ്ടു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി വന്നു. ഇനി ഗുരുവായൂര് ഇന്ന് വരും എന്ന് ആലോചിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെ മഞ്ചാടിക്കുരുക്കൾ കണ്ടത്. ഞാൻ ഇന്ന് വരെ ഗുരുവായൂർ വന്നിട്ടില്ല, ഇതിന് മുമ്പേ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഇതിൽ എന്തെങ്കിലും കൺവേ ചെയ്യാമോ എന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടതാണ്, നിങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കരുത് മഞ്ചാടിക്കുരുവിൻ്റെ കാര്യം. കാരണം ഓരോരുത്തർ ചോദിച്ചാലും എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് സെയിം ആൻസേഴ്സ് തന്നെയാണ്. മഞ്ചാടിക്കുരു എവിടെ കണ്ടു, ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് മഞ്ചാടി മരങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ മഞ്ചാടിക്കുരു കാണുകയാണെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചോളൂ. ഇത് ഞാൻ എത്ര തവണയായി പറയണു, പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്കുള്ള ആൻസർ എല്ലാവരും കൂടി എടുക്കണം കേട്ടോ. ഓരോരുത്തർക്കായിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കേട്ടിരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് കൃഷ്ണസൂര്യ എന്ന ഐഡിയിൽ നിന്നാണ്. നമസ്കാരം സൗദ ചേച്ചി. ചേച്ചി, ഞാൻ നേരത്തെ ഈ ചോദ്യം ചോദിച്ചിരുന്നു, ചേച്ചി കണ്ടില്ലെന്ന് തോന്നുന്നു. ഇതിനൊരു മറുപടി തരണേ ചേച്ചി. ഞാൻ UAE-യിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം റൂമിൻ്റെ അടുത്ത ഒരാൾ വെക്കേറ്റ് ചെയ്തു പോയപ്പോൾ ഉപേക്ഷിച്ച നിലയിൽ എനിക്ക് 2 ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കിട്ടി. അത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാനത് എൻ്റെ പ്രാർത്ഥനാ ഏരിയയിൽ വെച്ചിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും വീട്ടിൽ വന്നു. ഹസ്ബൻഡ് ഹിന്ദുവും വൈഫ് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുമാണ്. അവർ എന്നോട് അതിലൊരു കൃഷ്ണൻ്റെ ഫോട്ടോ കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ അതെനിക്ക് ഉപേക്ഷിക്കപ്പെട്ട് കിട്ടിയതാണല്ലോ, അപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ലല്ലോ എന്നോർത്ത് ഒരെണ്ണം ഞാൻ കൊടുത്തു. പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം അതിനുശേഷം. കാരണം എന്നോട് പിണക്കായിരിക്കോ കൊടുത്തോണ്ട് എന്നോർത്ത്. എൻ്റെ മോനും എന്നോട് ചോദിച്ചു എന്തിനാണ് അമ്മ കൊടുത്തത് എന്ന്. അവനും വിഷമമായി. അതുകൊണ്ട് ഞാൻ കണ്ണനോട് തന്നെ പേപ്പറിൽ എഴുതി ചോദിച്ചു എന്നോട് പിണക്കുണ്ടോന്ന്. പിണക്കമുണ്ട് എന്നാണ് വന്നത്. ഞാൻ എന്താണ് ചേച്ചി ചെയ്യേണ്ടത്, കണ്ണൻ്റെ പിണക്കം മാറാനൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇന്നും നാരായണീയം ചൊല്ലി 12 നമസ്കാരം ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ മോനെ കൊണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുന്നു എന്നും. അതെ, നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു നമ്മളുടെ ഭർത്താവ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരിയായിരിക്കും. അവരോട് പിണങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക? അവരെന്തെങ്കിലും കാരണത്താൽ നമ്മളോട് പിണങ്ങി, അല്ലെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങി, എന്താ ചെയ്യുക? ഉടനെ പോയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചുകൊണ്ടിരുമോ അത് നേരെയാക്കാൻ? അതും അല്ലെങ്കിൽ നമ്മൾ വേറെ കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അത് എങ്ങനെയെങ്കിലും നേരെയാക്കാൻ നോക്കുമോ? അതോ നമ്മൾ തന്നെ നേരെയാക്കുമോ? അപ്പോൾ ഇത് കുട്ടിയും കുട്ടിയുടെ ഉണ്ണികൃഷ്ണനും മാത്രമുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാളെ വിളിക്കുകയും ചെയ്യരുത്. ഉണ്ണികൃഷ്ണന്റെ പിണക്കം മാറ്റാൻ കുട്ടിക്ക് വിചാരിച്ചാൽ പറ്റുള്ളൂ. കുട്ടിയുടെ ഉണ്ണികൃഷ്ണനാണ്, കുട്ടിയുടെ സ്വന്തം ഉണ്ണികൃഷ്ണനാണ്. ആ സ്വന്തം ഉണ്ണികൃഷ്ണന്റെ പിണക്കം മാറ്റേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവനോടേത് മാത്രമാണ്. ഇനി ആ ഫോട്ടോ കൊടുത്തതിൽ ഭഗവാൻ പരിഭവിക്കില്ല.
അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. കാരണം കുട്ടിക്കും അത് കിട്ടിയതാണ്. ആ മറ്റേ ഫോട്ടോ ഏത് വ്യക്തിക്കാണോ ചോദിപ്പിച്ചതും ഗുരുവായൂരപ്പനാണ്, കൊടുപ്പിച്ചതും ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ടായിരിക്കില്ല പിണക്കം. വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, കുഞ്ഞു കാരണം. ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും പാൽപ്പായസം കൊടുക്കാന്ന് പറഞ്ഞ് മറന്നുപോയോ, അതോ ഉണ്ണിയപ്പം കൊടുക്കാന്ന് പറഞ്ഞ് മറന്നുപോയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടുപിടിച്ച് ഭഗവാന് സമർപ്പിച്ച് നമസ്കരിച്ചോളൂ. ഇനി കാരണം കിട്ടുന്നില്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോട് തന്നെ ചോദിക്കൂ, ഉണ്ണികൃഷ്ണ എന്നോട് പിണങ്ങാതിരിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഉണ്ണികൃഷ്ണനെ ഒന്ന് നമസ്കരിച്ചാൽ പിണക്കം മാറുമോ? അതോ ഞാൻ 10 നാമം ചൊല്ലിയാൽ അങ്ങേക്ക് സന്തോഷാവോ? എന്താ ഞാൻ ഇനി എൻ്റെ ഉണ്ണിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണൻ അപ്പം മനസ്സിലിരുന്ന് പറയും, എനിക്ക് ഇതാ വേണ്ടത്. എനിക്കിപ്പോൾ വേണ്ടത് എന്താണെന്നറിയോ? ഒരു ലേശം വെണ്ണയാണ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി പാലാണ്, കൽക്കണ്ടമൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ലത്, അല്ലെങ്കിൽ നല്ല തൈരാണ്. ഇങ്ങനെയൊക്കെ ആവും ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയണ്ടാവുക. ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് ശൈല എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ ഒന്നും തോന്നരുത്, എൻ്റെ ഈ ചോദ്യം തെറ്റാണോ എന്നറിയില്ല. മോള് പല വീഡിയോയിലും ഉച്ചപൂജ അലങ്കാരത്തിന്റെ കാര്യം പറയുന്ന ടൈമിൽ കുമാരേട്ടന്റെ വർണ്ണന എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആരാണ് ഈ കുമാരേട്ടൻ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഭഗവാന്റെ വർണ്ണന ഇത്ര അടുത്ത് നിന്ന് കണ്ട് പറയാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വം ആരാണ് എന്ന്. ശ്രീകുമാരൻ നമ്പൂതിരി എന്നാണ് കുമാരേട്ടന്റെ മുഴുവൻ പേര്. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിൽ ഒരു ഇല്ലമായ തിരുവാലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഈ കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് ഒരു ക്യാൻസർ പേഷ്യന്റ് ഇവിടെ ഗുരുവായൂരപ്പനെ ഭജിക്കാനായിട്ട് വന്നിരുന്നു. അപ്പൊ കൊറോണയുടെ സമയത്ത് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ജോലിക്കാർക്കല്ലാതെ. ആ സമയത്ത് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ തിരുമേനി എന്ന് ചോദിച്ച് കുമാരേട്ടനെ ഫോണിൽ ബന്ധപ്പെട്ട ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി അദ്ദേഹം വോയിസ് ആയിട്ട് അയച്ചു കൊടുത്തു. ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്ന പോലെയാണ് എന്ന്. പിന്നെ അവര് സ്ഥിരമായിട്ട് കുമാരേട്ടന്റെ വർണ്ണനയിലൂടെ ഉച്ചപൂജ കേൾക്കാൻ തുടങ്ങി. ഉച്ചപൂജ എന്താണെന്ന് ചോദിക്കും, കുമാരേട്ടൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അത് വാട്സപ്പിൽ കുമാരേട്ടൻ പലർക്കും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കുമാരേട്ടൻ്റെ ആ വോയിസ് പലരും ഷെയർ ചെയ്ത് അത് ലോകമെമ്പാടുമുള്ള ലോക ജനതയുടെ മുമ്പിൽ തന്നെ ഈ ഒരു ഉച്ചപൂജയുടെ അലങ്കാര വർണ്ണന എത്താറായി. ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിലൂടെ അലങ്കാര വർണ്ണന നമ്മളെ കേൾപ്പിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴിയാണ്. ഉച്ചയ്ക്ക് 1:30ക്കും 2:30ക്കും ഇടയിലായിട്ടാണ് ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ എന്ത് സന്തോഷത്തിലാണെന്നറിയോ എന്ന് ചോദിക്കുന്ന രീതിയിൽ കുമാരേട്ടന്റെ ആ ഒരു വർണ്ണന. അന്നത്തെ ഉച്ചപൂജ ഭഗവാൻ കാൽത്തള കെട്ടിയിട്ടുണ്ട്, കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, അരമണി കെട്ടിയിട്ടുണ്ട്, മയിൽപ്പീലി ചൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം നമുക്ക് ഇത് വിവരിച്ച് വർണ്ണിച്ച് പറഞ്ഞു തരും. അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീലകത്ത് കയറാൻ അധികാരമുള്ള കീഴ്ശാന്തി കുടുംബത്തിലെ അംഗമാണ്. ശ്രീലകത്ത് കയറിയിട്ടാവില്ല, അദ്ദേഹം താഴെ നിന്ന് ഉച്ചപൂജ തൊഴുതിട്ടായിരിക്കാം നമുക്ക് പറഞ്ഞു തരണം. ഇനിയിപ്പോൾ അഥവാ ഉള്ളിൽ കയറി നോക്കണമെങ്കിൽ അങ്ങനെയും ആവാം. എന്തായാലും അദ്ദേഹം ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചപൂജാ വർണ്ണന അനേക ലക്ഷം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ ഈ ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ പോയി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കും. അതിൽ ഡെയിലി വരുന്ന കുമാരേട്ടന്റെ വർണ്ണനയ്ക്ക് 7000 8000 വ്യൂസ് ആണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ഈ ലക്ഷക്കണക്കിന് അദ്ദേഹത്തിന്റെ വോയിസിലൂടെയാണ് ഇവിടെ ഗുരുവായൂർ അംശം ദേശത്തുള്ള എല്ലാ യൂട്യൂബേഴ്സും നിങ്ങളിലേക്ക് ഈ ഒരു ഉച്ചപൂജയുടെ അലങ്കാര വർണ്ണന എത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടിട്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മഹാനുഭാവന്റെ പാദത്തിലും നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം ശ്വേത ശരത് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സതി ചേച്ചി, 27-ാം തീയതി ഗുരുവായൂർ ഞാൻ പോയി. ഭഗവാൻ കയ്യിൽ വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെണ്ണ കണ്ടപ്പോൾ താമരയാണ് എന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ വേദനിപ്പിച്ചത് ഭഗവാൻ എന്നോട് ചിരിച്ചതേയില്ല, ഭയങ്കര സങ്കടഭാവമായിരുന്നു. ഇനി എന്നോട് വല്ല ദേഷ്യമുണ്ടോ, എൻ്റെ പ്രവൃത്തിയിൽ എന്തേലും ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കോ, അതല്ലെങ്കിൽ കൃഷ്ണൻ എന്തേലും പരിഭവം ഉണ്ടായിരിക്കുമോ എന്ന് ഭഗവാനോട് ചോദിച്ചു നോക്കൂ, എന്താ എൻ്റെ ഉണ്ണിക്ക് പറ്റിയത് എന്ന്. നമ്മളെ മനസ്സറിഞ്ഞിട്ടൊന്നും നമ്മുടെ മനസ്സിലൊന്നും വരണില്ല വെച്ചാൽ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചാൽ മതി. ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരും. അവിടെ സവിത എന്ന് പറയുന്ന ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമേ ഇല്ല കേട്ടോ.
പിന്നെ എന്താ സവിത എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേ ചോദിച്ചാൽ പലർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന. ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണേ കേട്ടോ. ഓരോരുത്തരും ചോദിച്ചോളൂ. എൻ്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ചോദിക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ ഉത്തരമൊന്നും കിട്ടില്ല. ചില ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും തരിക. ചില ചോദ്യങ്ങൾ വളരെ ചെറുതാണ്, പെട്ടെന്ന് അറിയേണ്ടതാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തരാറുണ്ട്. ചില ചോദ്യങ്ങൾ ഒരാഴ്ചയൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ കുഴപ്പിച്ച് ചോദിച്ചാലേ ഭഗവാൻ പറയുള്ളൂ നിനക്കത് മനസ്സിലായില്ലേ സവിതേ, അത് ഇന്ന രീതിയിലല്ലേ എന്ന്. ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെയും പതിവുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാഞ്ഞിട്ടാണ്, ഭഗവാൻ കേൾക്കാഞ്ഞിട്ടല്ല. നമ്മളോട് പിണങ്ങുന്ന ഒരാളേ അല്ല ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ തെറ്റുകളൊന്നും തെറ്റുകളല്ല. നോക്കൂ, നമ്മുടെ കുട്ടികൾ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ച് പിണങ്ങി നടക്കുമോ? അവരെ വേണ്ട പറഞ്ഞ് ഉപേക്ഷിക്കുമോ? ഒന്നുമില്ല. കുറച്ചു നേരമൊക്കെ ഇത്തിരി ചൂടായിട്ടൊക്കെ നമ്മൾ നിൽക്കും. അത് കഴിഞ്ഞാലോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അത്രയേ ഉള്ളൂ. ഉണ്ണികൃഷ്ണനും അങ്ങനെയാ. കുറച്ചു നേരം പോലും പിണങ്ങാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ചോദ്യങ്ങൾ ചോദിക്കൂ, ഉത്തരങ്ങൾ കേൾക്കാൻ മനസ്സ് ശുദ്ധമാക്കി വെക്കൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനസ്സ് ശുദ്ധമായ ആളുകൾക്കേ അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. മനസ്സിൽ കള്ളത്തരവും കപടതയും അസൂയയും എല്ലാം നിറച്ചു വെച്ച ആൾക്കാർക്ക് ഉത്തരം കിട്ടില്ല. അതിനെ ഭഗവാനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശാരദ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, രീതി ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതേപോലെ കമന്റ് ഇട്ടോളൂ, ഞാൻ വായിക്കാം കേട്ടോ. അടുത്തതായിട്ട്, സവിത എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. 1 വർഷം മുമ്പ് ഞാൻ ഒരു ഏകാദശി ആദ്യമായി എടുത്തു. അന്ന് തന്നെ എൻ്റെ മകൾക്ക് ഗൾഫിലേക്കുള്ള ജോലിക്കാര്യങ്ങളെല്ലാം ശരിയായി. എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടന്നു. ഭഗവാനെ കാണാൻ അന്ന് മുതൽ ഒരുങ്ങുന്നു. പക്ഷെ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഒന്ന് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ക്യാൻസർ എന്ന മഹാവ്യാധി ബാധിച്ച് ചികിത്സയിൽ. അത് ഇപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. എന്നാലും ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കാരണം യാത്ര ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ട് മാറി എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും. ഉണ്ണി കൃഷ്ണ, എനിക്ക് അങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെ എന്നാണ് ഉണ്ണി കൊണ്ടുവരിക എന്ന് ചോദിച്ചു നോക്കൂ. എല്ലാ ദിവസവും ചോദിക്കണം, മുടങ്ങാതെ ചോദിക്കണം. അപ്പോൾ ഉണ്ണികൃഷ്ണനൊരു ദിവസം നമുക്കായിട്ട് കണക്കാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നോക്കൂ, എല്ലാത്തിനും സമയമുണ്ട്. എവ്രിതിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്നാണ്. നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പ്ലാൻ പ്രകാരമാണ് എല്ലാം പോണത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ. ആഗ്രഹിക്കേ വേണ്ടൂ. ബാക്കി നേരെയാക്കി തരേണ്ടതെല്ലാം നമ്മളുടെ ഉണ്ണി വേണ്ടതുപോലെ തന്നെ ചെയ്യൂ കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള തോന്നലേ ഇല്ല കേട്ടോ. എനിക്കിഷ്ടമല്ലേ ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട്. അടുത്തതായിട്ട്, ഇന്നലത്തെ ഒരു കമൻറ്റാണ്, ഞാൻ വായിക്കാം കേട്ടോ. സവിത, എൻ്റെ മകൻ്റെ മകൾ ഋതുവിൻ്റെ കണ്ണിൻ്റെ സർജറിയാണ്. നാളെ 4ാമത്തെ സർജറിയാണ്. കണ്ണിന് ചിക്കൻ ബോക്സിൻ്റെ വൈറസ് ആണ്. എത്രയും പെട്ടെന്ന് എൻ്റെ കൊച്ചുമകളുടെ വയ്യായി മാറ്റിത്തരണേ, ഭഗവാനെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കമല ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്. കമല ചേച്ചി, ഞങ്ങളെല്ലാ കൃഷ്ണാരിമിത്രങ്ങളും പ്രാർത്ഥിക്കാം. കണ്ണിന് വയ്യായിക മാറട്ടെ. പാലഭിഷേകം ഷീട്ടാക്കിക്കോളൂ കേട്ടോ ഗുരുവായൂരപ്പന്. ഇനിയും ഉണ്ട് ചോദ്യങ്ങൾ. അതിൽ ഒരു ചോദ്യം അതുൽ പി നാഥിൻ്റെയാണ്. ചേച്ചി, എന്നോട് കുറച്ചു നാൾ മുമ്പ് ഭക്തി കൂടുതലായാൽ നല്ലതല്ല എന്നൊരാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സിന് വിഷമമായി. എനിക്ക് ഭഗവാനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അത് ഭക്തിയാണോ എന്നൊന്നും അറിയില്ല. ശരിക്കും നമ്മൾ ഭക്തരാണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഗുരുവായൂരപ്പനല്ലേ. നോക്കൂ, ഇന്ന് കാണുന്നവരിൽ 90% ആൾക്കാരും ഭക്തരല്ല. ഞാനും നിങ്ങളും ആരും ഭക്തരല്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഒരാഗ്രഹവുമില്ലാതെ, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ശ്രീ ഗുരുവായൂരപ്പനാണ് ശരണം എന്ന് വിചാരിച്ച് കണ്ണുമടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ ഇത്ര പേർക്ക് നമുക്കിടയിൽ കാണും. നമ്മൾ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, മക്കൾ, ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പണം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം, പരീക്ഷയായി, ടെൻഷനായി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കാറുള്ളത്. പക്ഷെ അവരെയൊക്കെ ഗുരുവായൂരപ്പന് ഇഷ്ടമാണ്. പിന്നെ ഭക്തി അധികമായാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല.
ഒന്നും എനിക്ക് പറയാനില്ല. എല്ലാ വ്യക്തികളും ഓരോ വിശ്വാസത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് ഇപ്പൊ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, അവര് യുക്തി എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന കുറച്ച് ചിന്തകളുണ്ടല്ലോ, അതിനെ മുറുക്കി പിടിച്ചാണ് അവര് എന്താ പറയുക ജീവിക്കുന്നത്. ദൈവമില്ല എന്നാണ് അവര് പറയുക. അപ്പൊ ദൈവമില്ല എന്നൊരു വിശ്വാസത്തിനെ മുറുക്കി പിടിച്ചുകൊണ്ടാണല്ലോ അവര് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനെ നമുക്ക് മുറുക്കി പിടിച്ചുകൂടാ? നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഗുരുവായൂരപ്പൻ ഉണ്ടാവും. നമ്മളെ ഏത് ആപത്തിൽ നിന്നും ഗുരുവായൂരപ്പൻ രക്ഷിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ് അല്ലെ. ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ജീവിച്ചാൽ എന്താ കുഴപ്പം? അതിന് ആരാ എന്താ ബുദ്ധിമുട്ട് പറയണത്? നമ്മളിപ്പോ ഭക്തിയാണ് എന്ന് പറഞ്ഞ് നടു റോട്ടിൽ നമസ്കരിക്കണം എന്ന് പറയാം. ട്രാഫിക് ഒക്കെ ഉള്ള റോട്ടിൽ നമ്മൾ നമസ്കരിക്കണം, കുറച്ചു നേരം നിൽക്കൂ, ഞങ്ങൾ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത് ഭക്തിയല്ല, പ്രഹസനാണ് എന്ന് പറയാം. നമ്മൾ നമ്മളുടെ വീട്ടിലിരുന്ന് നാമം ജപിക്കേ, ഗുരുവായൂരപ്പനെ വിളിക്കേ, സ്നേഹിക്കേ, എന്താ ചേച്ചി ചെയ്തോട്ടേന്നേ. അതിനിപ്പോ എന്താ ബുദ്ധിമുട്ട്? ആർക്കാ എന്താ വിരോധം? ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മളിങ്ങോട്ട് പിന്മാറുക, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് മാത്രം സംസാരിക്കുക. ആചാര്യൻ പറയാറുണ്ട് സജ്ജനങ്ങളെ എങ്ങനെയാ തിരിച്ചറിയാന്ന്. 10 മിനിറ്റ് ഒരാളോട് സംസാരിച്ചിട്ട് ഒരു തവണയെങ്കിലും അവര് ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവര് സജ്ജനാണ്. ഇല്ല എങ്കിലോ അവര് സജ്ജനല്ല. അവരിൽ നിന്ന് നിങ്ങൾ അകന്നു മാറിപ്പോയിക്കോളൂ എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ അതിലത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ത്വൽപ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പ. ഇന്നത്തെ ചോദ്യം ചോദിക്കാൻ മറന്നു കേട്ടോ. ജഡായുവിന്റെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ജഡായുവിന്റെ സഹോദരൻ ആരാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഏറ്റവും അവസാനം പറഞ്ഞതുകൊണ്ട് ഇന്ന് ഇത്ര പേര് ചോദ്യം കേൾക്കുമെന്ന് എനിക്കറിയില്ല. ജഡായുവിന്റെ സഹോദരൻ ആരാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ.